നമുക്ക് ഏത് കാലഘട്ടത്തിലും ഇന്ന് മക്ക ഇമാമ് സൂചിപ്പിച്ചതുപോലെ വിജയിക്കാനുള്ള, അന്തസ്സ് മടക്കിയെടുക്കാനുള്ള, അഭിമാനം മടക്കിയെടുക്കാനുള്ള, നല്ല ജീവിതം ജീവിക്കാനുള്ള, നിന്യതയുടെ ജീവിതത്തിൽ നിന്നിട്ട് ഉയരാനുള്ള മാർഗം അതൊന്ന് മാത്രമാണ്. അത് അള്ളാഹിലേക്ക് മടങ്ങലിലൂടെയാണ്. അതുകൊണ്ടാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിന് വേണ്ടി പട്ടാളം ഒരുങ്ങിയ വേളയിൽ, ആയുധധാരികളല്ലാത്ത സഹാബാക്കൾ ബദറിൽ ക്യാമ്പടിച്ച വേളയിൽ, അതിനപ്പുറം ഇത് അൻതും ഫിൽ ഉദ്വത്തി ദുനിയ وهم في العدوة القصوى والركب أسفل منكم. നിങ്ങൾ ഉദ്വത്ത് ദുനിയയിൽ ക്യാമ്പടിച്ച സന്ദർഭത്തിൽ അവര് ഏമ്പുഴയിലേക്ക് നാം പഴയ റൂട്ടിൽ കൂടി പോകുന്നതായ വേളയിൽ മദീന റൂട്ടിൽ കൂടി പോകുമ്പോൾ ബദർ കഴിഞ്ഞാൽ, അഥവാ ബദർ പട്ടണം കഴിഞ്ഞാൽ യാമ്പുഴയിലേക്ക് തിരിയുന്നതായ മഫ്രഖ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇടത് ഭാഗത്ത് നോക്കിയാൽ കസീബ് കാണാം, അഥവാ വെളുത്ത പൂഴി കൊണ്ടുള്ള മല കാണാം. ആ മലയുള്ള സ്ഥലത്തായിരുന്നു മക്ക കാഫിരീങ്ങൾ അന്ന് ക്യാമ്പടിച്ചിരുന്നത്. അതിലേക്ക് സൂചനയാണ് അള്ളാഹു നൽകുന്നത്. അവർ ഉദ്വത്തുൽ ഖുസ്വയിലും നിങ്ങൾ ഉദ്വത്തുൽ ദുനിയയിലും ഉണ്ടായിരുന്ന വേളയിൽ പരസ്പരം കണ്ടിട്ടില്ല, പരസ്പരം ഏറ്റുമുട്ടിയിട്ടില്ല, വാർത്തകൾ ക്ലിയറായിട്ട് അങ്ങും ഇങ്ങും കിട്ടിയിട്ടില്ല. അന്ന് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കമില്ല, രാത്രിയിൽ ഉറക്കമില്ല. അള്ളാന്റെ വാഗ്ദാനം ഓർമ്മയിലുണ്ട്. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന അദ്ദുബർ ബലിസ്സാഅതു മുഇദുഹും വസ്സാഅതു അദ്ഹാ വഅമർ. സയുഹ്സമുൽ ജംഉ, അവരുടെ ജനാവലി, അവരുടെ സേന, അവരുടെ പട്ടാളം, അവരുടെ ഒരുമിച്ച് കൂട്ടൽ, അവരുടെ ഏറ്റുമുട്ടലുകൾക്ക് വേണ്ടി, നിങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി വന്നതായ ആ പുറപ്പെടലുകൾ അതെല്ലാം പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. വിജയം നിങ്ങൾക്ക് തന്നെയാണ് എന്ന സന്തോഷ വാർത്ത മക്കയിലിറങ്ങിയ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് നൽകിയിട്ടുണ്ട്. എന്നിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം കിട്ടി, ഇറങ്ങുമെന്ന് ഉറപ്പ്, മലക്കൾ വരുമെന്ന് ഉറപ്പ്, അള്ളാഹുവാണ് വാഗ്ദാനം ചെയ്തെന്ന് ഉറപ്പ്, അള്ളാഹുവിൻ്റെ പട്ടാളമാണെന്ന് ഉറപ്പ്, അള്ളാഹ്ക്ക് വേണ്ടി പോരാടുന്നവരാണെന്ന് ഉറപ്പ്, ദൂതർ കൂടെയുണ്ട് എന്ന് ഉറപ്പ്. ഇതെല്ലാം ഉള്ളതോടുകൂടി ലോക മുസ്ലിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് പാഠമാണ്. എന്ത്? നാം റബ്ബിൻ്റെ കൂടെയാണെങ്കിൽ മാത്രമാണ് റബ്ബിൻ്റെ സഹായം നമ്മളിലേക്ക് ഇറങ്ങുക. നാം റബ്ബിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ എത്ര തന്നെ സേനയുണ്ടെങ്കിൽ, എത്ര തന്നെ ആയുധശേഷി ഉണ്ടെങ്കിൽ, എത്ര തന്നെ സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കുക തന്നെ ഇല്ല. കാരണം നാം ഇവിടെ യുദ്ധം ചെയ്യുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ നമുക്ക് പട്ടാളപ്പെരുപ്പത്തിലൂടെ, സേനപ്പെരുപ്പത്തിലൂടെ വിജയിക്കാൻ സാധിക്കും. നാം ഇവിടെ യുദ്ധം ചെയ്യുന്നത് അള്ളാഹിന്റെ മതം സ്ഥാപിക്കാൻ, അള്ളാഹിന്റെ മതം പ്രചരിപ്പിക്കാൻ, അള്ളാഹുവിന്റെ കലിമത്ത് തൗഹീദിനെ ലോകവ്യാപകമാക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി തീരുമാനിക്കുന്ന വിഭാഗം യുദ്ധം ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഒരുങ്ങിയവരായിരിക്കണം, അതിനു വേണ്ടി തയ്യാറെടുത്തവരായിരിക്കണം. അതുകൊണ്ട് തന്നെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പേർഷ്യൻ ചക്രവർത്തിമാരോട് പോരാടാൻ വേണ്ടി, മഹാസേനയോട്, ആനപ്പട്ടാളത്തോട് പോരാടാൻ വേണ്ടി പുറപ്പെട്ടതായ ആ പട്ടാള തലവന് എഴുത്തയക്കുന്നു നമ്മുടെ നേതാവായ ഉമർ ഇബ്നുൽ ഖത്താബ്. നിങ്ങൾ അവരോട് പോരാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, നിങ്ങളും നിങ്ങളുടെ സേനയും അള്ളാഹനെ ഭയപ്പെട്ട് ജീവിക്കണം. നിങ്ങളും നിങ്ങളുടെ സേനയും അള്ളാഹനെ ഭയപ്പെട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നാമും അവരും തുല്യരായി. അവരും കുടിക്കുന്നു കള്ള്, അവരും ചെയ്യുന്നു തട്ടിപ്പ്, അവരും ചെയ്യുന്നു വ്യഭിചാരം, അവരും റോക്ക് ആൻഡ് റോൾ ആടുന്നു, അവരും ആ അഹങ്കാരത്തോടു കൂടിയുള്ള പുറപ്പാടുകൾ നടത്തുന്നു. ആര്? പേർഷ്യൻ ചക്രവർത്തിമാർ. അപ്പോൾ നാം അവരോട് തുല്യപ്പെടുമ്പോൾ പിന്നെ നമുക്ക് അള്ളാഹിന്റെ സഹായം ലഭിക്കാനുള്ള ഒരു പഴുതുമില്ല. കാരണം അള്ളാഹിന്റെ സഹായം ആർക്കാണ്? അല ഇന്ന നസ്റല്ലാഹി ഖരീബ്. ആർക്ക്? ഇൻ കുൻതും മുഅ്മിനീൻ അൻതുമുൽ അലൗൻ. നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് ഉത്തമർ, നിങ്ങളാണ് വിജയികൾ. എപ്പോൾ? നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ അള്ളാഹിന്റെ കൂടിയാണെങ്കിൽ. ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ. മുസ്ലിങ്ങൾ അള്ളാഹിനെ സഹായിക്കേണ്ടത് ആദ്യം ശരീരത്തോട് ജിഹാദ് ചെയ്യുക, ശരീരത്തോട് ജിഹാദ് ചെയ്ത് വിജയിക്കാത്തവൻ പോരാടുമ്പോൾ ശത്രുക്കളോട് ജിഹാദ് ചെയ്തിട്ട് വിജയിക്കാൻ സാധിക്കുന്നതല്ല. രാത്രി ഹയാത്താക്കാൻ പറ്റാത്തവൻ, 5 വക്ത് നിസ്കരിക്കാത്തവൻ എന്നുള്ളത് നമ്മളോട് ഇങ്ങനെയുള്ള മേഖലയിൽ പറയാൻ പറ്റുള്ളല്ലോ. 5 വക്ത് നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല. രാത്രി ഹയാത്താക്കാൻ പറ്റാത്തവൻ, രാത്രി ഹയാത്താക്കാൻ. അതുകൊണ്ട് തന്നെ ഈ
ഖാലിദിൻ്റെ പട്ടാളം ഇങ്ങനെ ഇപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്ന പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളുള്ളതായ സിറിയയിൽ അവരല്ലാഹു വിജയിപ്പിക്കട്ടെ, അഥവാ മുസ്ലിങ്ങൾ അല്ലാഹു വിജയിപ്പിക്കട്ടെ. ആ നാടുകളൊക്കെ ഇങ്ങനെ ഭരിക്കുന്ന ആ നാടുകളൊക്കെ കീഴടക്കുന്നതായ സന്ദർഭത്തിൽ ഖാലിദ് ഇങ്ങനെ വിജയിച്ച് 90 معركة مرت محجلة من بعد 10 عنان الفتح موليها فخالد في سبيل الله مشعلها وخالد في سبيل الله مزكيها. 100 പോരാട്ടം നടത്തിയിട്ട് ഒരു പോരാട്ടത്തിലും പരാജയമില്ല എന്നാണ്. 100 പോരാട്ടത്തിൽ ഒന്നിലും പരാജയമില്ല. ആർക്ക്? ഖാലിദിൻ്റെ പട്ടാളത്തിന്. ഇത് കാണുന്ന റോമൻ ചക്രവർത്തിമാർ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഡെലിഗേഷൻ അയച്ചു, അല്ലെങ്കിൽ ലജിനെ അയച്ചു, പഠിക്കാൻ വേണ്ടി ആൾക്കാരെ അയച്ചു. എന്താണ് ഇവരുടെ കൂടെയുള്ളത്? നമ്മുടെ കൂടെ രാഷ്ട്രമുണ്ട്. ആ രാഷ്ട്രം ഭരിക്കുന്നതായ ഭരണകർത്താവിൻ്റെ കൂടെ, ലോകത്തെ ഭരിക്കുന്ന ഭരണകർത്താവിൻ്റെ കൂടെയുള്ള പട്ടാളത്തിൻ്റെ കഴിവ്, അതിൻ്റെ കൂടെയുള്ള ആയുധങ്ങൾ, അതിൻ്റെ കൂടെയുള്ള ശേഷി പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇതൊക്കെ ഉള്ളതോടുകൂടി ഈ ഖാലിദ് ഇവിടുന്ന് മരുഭൂമിയിൽ നിന്ന് വന്നിട്ട് നമ്മുടെ നാടിനെ ഇങ്ങനെ കിടക്കി പോവാണല്ലോ. എന്താണ് അവരുടെ കൂടെ ഉള്ളത്? ഇത് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പഠിക്കാൻ വേണ്ടി വന്ന ഫാദ്രിമാർ ഇവരോട് കൂടി സിഡിമാരായിട്ട് വന്ന് കൂടി, മുസ്ലിങ്ങളുടെ ടെൻറ്റിൽ കൂടി ഒളിച്ചുകൂടി. എന്നിട്ട് റിപ്പോർട്ട് നൽകുന്നു, ഞങ്ങളവിടെ പോയി അവരെക്കുറിച്ച് പഠിച്ചു. അവർ റുഹ്ബാനും ഫിൽ ലൈലി, രാത്രി വേളയിൽ രാത്രി ഹയാത്താക്കി നിന്ന് നമസ്കരിക്കലാണ്. പകലായി കഴിഞ്ഞാൽ പോരാട്ടത്തിലും. അവരുടെ ജീവിതശൈലി ഏതാണ്? നാമോ രാത്രി വേളയിൽ കള്ളിലും പെണ്ണിലുമാണ്, ബേൻഡടിയിലുമാണ്. പകലാകുമ്പോൾ പിന്നെ പോയി യുദ്ധം ചെയ്യലാണ്. എങ്ങനെയാണ് യോജിക്കുക? എങ്ങനെയാണ് നമ്മുടെ പട്ടാളം അവരുടെ പട്ടാളം യോജിക്കുക? അതവരെത്തിയ റിസൾട്ടായിരുന്നു. എന്ത്? മുസ്ലിം പട്ടാളത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ ട്രെയിനിങ് കിട്ടിയത് ഈ മദീനത്തെ പള്ളിയിൽ നിന്നിട്ടാണ്, ഈ സ്വർഗത്തോപ്പിൽ നിന്നിട്ടാണ്. അവിടെയാണ് നമുക്കും വേണ്ടേ അവരിൽ കൊണ്ട് ആ തത്വം, ആ ആദർശം, ആ ആവേശം, ആ ഉന്മേഷം. എന്തെങ്കിലും പോരാടുന്ന കാര്യം പോട്ടെ, നിസ്കരിക്കാനെങ്കിലും അള്ളാഹിൻ്റെ മുമ്പിൽ 5 വക്ത് നിസ്കാരം കൃത്യമായിട്ട് ജമാഅത്തോടുകൂടി നമ്മളിൽ നിന്നുള്ള പുരുഷന്മാർ പള്ളിയിൽ വെച്ചിട്ട് നമസ്കരിക്കാനെങ്കിലും നമുക്ക് അവരുടെ പ്രവർത്തനം പ്രേരിപ്പിക്കേണ്ടതില്ലേ? അവരുടെ ജീവിതം പ്രേരിപ്പിക്കേണ്ടതില്ലേ? നമ്മോടല്ലേ റബ്ബ് പറഞ്ഞത് അവരോട് പിന്തുടരാൻ, അവർ ജീവിച്ചതുപോലെ ജീവിക്കാൻ, അവരുടെ ജീവിതം പഠിക്കാൻ, അവരുടെ പോരാട്ടങ്ങൾ പഠിക്കാൻ, അവരുടെ യുദ്ധങ്ങൾ പഠിക്കാൻ. അവർ എങ്ങനെയാണ് ശത്രുക്കളെ കീഴടക്കാൻ വേണ്ടി അവരുടെ ശരീരത്തെ അള്ളാഹ്ക്ക് ആദ്യം കീഴടക്കിയത്, അവരുടെ ദേഹേച്ഛയെ അള്ളാഹ്ക്ക് ആദ്യം കീഴടക്കിയത്, അവരുടെ പിശാചിനെ അവർ ദൂരപ്പെടുത്തിയത്, എന്നിട്ട് അവകളോടെല്ലാം പോരാടിയിട്ട് അവർ റാങ്ക് നേടിയത് എന്നതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ശത്രുക്കളെ അവരെ കാണുമ്പോൾ, അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ ശത്രുക്കൾക്ക് അവരോട് ഭയം എന്നത് പഠിക്കാൻ അവർക്ക് സാധിക്കും. ഇത് എന്തെങ്കിലുമല്ലല്ലോ, ഇത് കെട്ടുകഥയല്ലല്ലോ, ഇത് നോവലുകളല്ലല്ലോ, ഇത് പല നമ്മുടെ ഇന്നത്തെ യുഗത്തിലൊക്കെ കാണാറുള്ളതായ കഥനക്കഥകൾ രാത്രി പറഞ്ഞ് ടൈം വേസ്റ്റാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ അസാത്തിറുൽ അവ്വലീനല്ലല്ലോ. പിന്നെന്താണ്? ഒരു യുഗത്തിൽ ഇവിടെ നടന്ന സംഭവമാണ്. 100കണക്കിൽ വർഷങ്ങൾ അങ്ങനെയാണ് നമ്മുടെ സമൂഹം, നമ്മുടെ നേതാക്കൾ, നമ്മുടെ ചേതാക്കൾ ജീവിച്ചത്. അവരെ ശത്രുക്കൾക്ക് പേടിയായിരുന്നു. മക്ക ഇമാമ് എന്നുണർത്തുന്നു, മുസ്ലിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് അന്തസ്സ് വേണമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് അഭിമാനം വേണമെങ്കിൽ അവർ വെറും പ്രാർത്ഥനയിൽ ഒതുങ്ങിക്കൂടിയാൽ പോരാ, അവർ വെറും ഖുനൂത്തിൽ ഒതുങ്ങിക്കൂടിയാൽ പോരാ. അവർ എന്ത് വേണം? അവർ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലുള്ള വീഴ്ചകൾ പരിശോധിക്കുക. ആ വീഴ്ചകൾ അള്ളാഹ്ക്ക് ദേഷ്യമുള്ള ചില ഭാഗങ്ങളുണ്ട്, അത് പ്രത്യേകം ഇമാം ഉണർത്തി. അതെന്താണ്? വ്യക്തികൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ വിപത്ത് അവന് ബാധിക്കുന്നു. ആ തെറ്റ് ചെയ്യുന്നത് വ്യാപകമാകുമ്പോൾ, ജനങ്ങളുടെ ഇടയിലാകുമ്പോൾ, പരസ്യമാകുമ്പോൾ സമൂഹത്തിനത് അതിൻ്റെ അപകടം എത്തേണ്ടി വരുന്നു, ബാധിക്കേണ്ടി വരുന്നു. അതാണ് റബ്ബ് പറഞ്ഞ ശൈലി. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. ഒരു വിപത്തിനെ ഒരു പരീക്ഷണത്തെ മുസ്ലിം ലോകമേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയുള്ള വിപത്താണ്? ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങളിൽ നിന്നിട്ട് പാപം ചെയ്തവരെ മാത്രം പിടികൂടുന്നതല്ല, അത് പാപം ചെയ്തവരെയും അല്ലാത്തവരെയും പിടികൂടും. അനുഹ്ലകു വഫീന സാലിഹൂൻ. നമ്മെ നശിപ്പിക്കപ്പെടുമോ, നമ്മെ പരീക്ഷിക്കപ്പെടുമോ,
നമ്മിൽ മുസ്ലിങ്ങൾ സജ്ജനങ്ങൾ ഉണ്ടായിരിക്കവേ എന്ന് ചോദിച്ചവർ നമ്മുടെ ഉമ്മയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഭാര്യയാണ്. എൻ്റെ ഓർമ്മയിൽ ഉമ്മു സലമിയായിരിക്കാം. ഈ ചോദ്യം ചോദിച്ചപ്പോൾ നഅം, അതെ എന്ന് റസൂലുള്ളാഹിന്റെ മറുപടി കൂട്ടിച്ചേർക്കുന്നു. നഅം, അതെ. എപ്പോൾ? തെറ്റ് വ്യാപകമാവുകയാണെങ്കിൽ, ചെയ്യുന്ന തെറ്റുകൾ വ്യാപകമാവുകയാണെങ്കിൽ, കള്ളുകുടി വ്യാപകം, ടാക്കീസുകൾ വ്യാപകം, എവിടെ നോക്കിയാലും മതിലുകളുടെ ചുമരുകളുടെ മീതെ മുസ്ലിങ്ങളുടെ നാടുകളാണെന്ന് പറയപ്പെടുന്ന സൗദി അറേബ്യ അല്ലാത്ത നാടുകളിലെല്ലാം അശ്ലീല ഫോട്ടോസുകൾ, രൂപങ്ങൾ, ഇതെല്ലാം റബ്ബിനോട് മെല്ലിടൽ, റബ്ബിന്റെ ആൾക്കാരാണ് എന്ന് കുറിക്കുന്ന ഒരടയാളം കാണാനില്ല. നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ഈ വിശുദ്ധ നാട്ടിൽ ശേഷിക്കുന്നതായ ആ ഷിആറുകൾ, ആ ചിഹ്നങ്ങൾ, നമസ്കാര ടൈമാകുമ്പോൾ കടകൾ പൂട്ടപ്പെടുന്നു, പള്ളികൾ തുറക്കപ്പെടുന്നു. മസ്ജിദ് നബവി, മസ്ജിദുൽ ഹറാം എന്നും തുറക്കുന്ന, അതിനെക്കുറിച്ചല്ല ചർച്ച. മറ്റു പള്ളികളിൽ നിന്ന് നിങ്ങൾ നോക്കുക, ഈ പള്ളി അടക്കം നമസ്കാര സമയം എല്ലാ സമയത്ത് പൂട്ടലാണ്. നമസ്കാര സമയമായി കഴിഞ്ഞാൽ തുറക്കപ്പെടുന്നു, കട പൂട്ടപ്പെടുന്നു എപ്പോൾ? നമസ്കാര സമയമായാൽ. എന്നിട്ട് പള്ളിയിലേക്ക് പോകാനുള്ളതായ നിർബന്ധമാണ്. ഇതൊക്കെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ നാം കണ്ട് ആസ്വദിക്കുന്ന ഭാഗങ്ങളാണ്. ഞാൻ വന്ന കാലഘട്ടമാകുന്ന 40 വർഷം മുമ്പ് ഞാനിവിടെ പറയാറുണ്ട്, സാധാരണ ഇവിടെയുള്ളതായ സ്വർണത്തിൻ്റെ കടകൾ വരേക്കും വെറും തുണി കൊണ്ട് മൂടി പോകല സംസ്കരിക്കാൻ. മടങ്ങി വരുമ്പോൾ ഒന്നും സംഭവിച്ചു കാണൂല. ഇപ്പോൾ ഈ ഇരുമ്പിൻ്റെ വാതിലാണ്, അതും പൊട്ടിക്കാൻ ആളുണ്ട്. ഏറ്റവും കൂടുതൽ അത്തരം അപകടങ്ങൾ വന്നത് വിദേശികൾ വന്നു കൂടിയ ശേഷമാണ്. എന്തേ ഇവിടെയുള്ളവർ തെറ്റ് ചെയ്യൂലേ നിങ്ങൾ ചോദിച്ചേക്കാം. ഇവിടെയുള്ളവർ തെറ്റ് ചെയ്യും, മനുഷ്യന്മാർ തന്നെയാണ്. പക്ഷേ ഇവിടെയുള്ളവർക്ക് തെറ്റ് ചെയ്യാൻ ട്രെയിനിങ് പണ്ട് കിട്ടിയിരുന്നില്ല. ഒരു 50 കൊല്ലം 45 കൊല്ലം മുമ്പ് എനിക്കറിയാം, ജിദ്ദ പട്ടണം ആസകലം കൈക്കൂലി എന്താണെന്ന് അറിയാത്ത പട്ടണമായിരുന്നു ഞാൻ വരുന്ന കാലഘട്ടത്തിൽ. കൈക്കൂലി അറിയില്ല അവിടെ. കൈക്കൂലി കൊടുക്കുമ്പോൾ പ്രതിഷേധിക്കലാണ്. അങ്ങനെയുള്ള കാലഘട്ടം വിട്ടുകിടന്നിരുന്നത്. കാരണം വിദേശികൾ കൂട്ടത്തോടുകൂടി വന്നുകൂടിയിട്ടില്ല. ലോകത്തിന് നാനാതുറകളിൽ നിന്നിട്ട് വിദേശികൾ വന്നപ്പോൾ ഇസ്ലാമിക നിയമം നടപ്പാക്കാത്ത നാട്ടിൽ ജീവിച്ചിട്ടുള്ളതായ വിഭാഗത്തിൽ അവർക്ക് എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് ജുമാ, എന്താണ് ജമാഅത്ത്, ഇതൊന്നും അറിയില്ല. എത്രയോ നാടുകളിൽ, മുസ്ലിങ്ങളുടെ നാടുകളിൽ തന്നെ ജുമാക്ക് വരെ ഉദ്യോഗസ്ഥന്മാർ പോകാത്ത നാടുകളുണ്ട്. ജുമാ സമയത്ത് വരെ സ്കൂൾ നടക്കുന്ന നാടുകളുണ്ട്. ജുമാ സമയത്ത് വരെ ഇസ്ലാമിൻ്റെ ചിഹ്നമാണെന്നത് മനസ്സിലാക്കാത്ത നാടുകൾ ഇപ്പോഴുമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള നാടുകളെ. നിങ്ങൾക്കറിയാം അറബ് രാഷ്ട്രത്തിലുള്ളതായ സ്ഥിതി. അപ്പോൾ പറഞ്ഞു വരുന്നത്, സംസാരിച്ചിട്ട് പ്രയോജനമില്ല. സംസാരത്തിൻ്റെ കുറവല്ല, സ്റ്റേജുകളുടെ കുറവല്ല, പ്രാസംഗികന്മാരുടെ കുറവല്ല, പുസ്തകങ്ങളുടെ കുറവല്ല, ലേഖനങ്ങളുടെ കുറവല്ല, പത്രങ്ങളുടെ കുറവല്ല, മാധ്യമങ്ങളുടെ കുറവല്ല. ഇവിടെ കുറവെന്തെന്ന് ചോദിച്ചാൽ അർദ്ധരാത്രി ഉണർന്ന് നിസ്കരിക്കുന്നവരുടെ കുറവാണ്. അർദ്ധരാത്രി ഉണർന്നുകൊണ്ട് റസൂൽ പറഞ്ഞതുപോലെ റഹിമല്ലാഹു റഅൻ, ഒരു മനുഷ്യനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അടുത്താണ് പറഞ്ഞല്ലേ. എന്താണ്? റസൂൽ പ്രാർത്ഥിക്കാണ്, കേട്ടോളീൻ. പ്രത്യേകിച്ച് സന്ദർശകർ സദസ്സിലുണ്ടെങ്കിൽ ഏത് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കിട്ടണമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എൻ്റെ ഉമ്മത്തികളിൽ. അവൻ രാത്രി ഉണരുന്നു, എന്നിട്ട് നമസ്കരിക്കുന്നു. ഭാര്യ ഉറങ്ങുകയാണെങ്കിൽ ഭാര്യയെ വെള്ളം കുടഞ്ഞുകൊണ്ട് ഉണർത്തുന്നു. ഉണർന്നിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ള പുരുഷനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, ഒരു പെണ്ണിനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. റസൂൽ പെണ്ണിനും പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾ റഹ്മത്തുല്ലിൽ ആലമീൻ, അനുഗ്രഹത്തിന്റെ കഷ്ണമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഉമ്മത്തികളിൽ നിന്നിട്ട് 2 വിഭാഗത്തിനും പ്രാർത്ഥിക്കുകയാണ്. ഒരു പെണ്ണിനെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. രാത്രി അവൾ ഉണരുന്നു, രാത്രി നമസ്കരിക്കുന്നു. ഭർത്താവ് ഉറങ്ങുകയാണെങ്കിൽ ഭർത്താവിനെ ഉണർത്തുന്നു, ഉണർന്നില്ലെങ്കിൽ വെള്ളം കുടഞ്ഞു ഉണർത്തുന്നു. ഈ 2 വിഭാഗത്തെ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. റസൂലുള്ള പണ്ട് ഇവിടുന്ന് പ്രാർത്ഥിച്ചതാണ്. ആ അനുഗ്രഹം റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന കിട്ടണമെങ്കിൽ ഫിറ്റാക്കിക്കോളീൻ. അപ്പോഴാണ് ആസ്വദിക്കാൻ സാധിക്കുക. എന്തിലൂടെ? ഈ അള്ളാഹുലേക്ക് അടുക്കലിലൂടെ ആസ്വദിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ളവർക്കാണ് ഏത് പോർക്കളത്തിലിറങ്ങിയാൽ, ഏത് രംഗത്തിറങ്ങിയാൽ, നമസ്കരിക്കാൻ നിന്നാൽ പിശാചിനോട് പോരാടാൻ, പിശാചിനോട് മല്ലിടാൻ, ദേഹേച്ഛയോട് പോരാടാൻ, ദേഹേച്ഛയോട് മല്ലിടാൻ അതവന് സഹായകമാകും. എന്തേ നമുക്ക് നാം ചെയ്യുന്നതായ ഇബാദത്തിൽ ആസ്വാദനമില്ല, രുചിയില്ല. നാം എത്ര തവണ ദിവസം തോറും പറയുന്നു ഇയ്യാക നഅ്ബുദു, അതിനു മുമ്പ് എന്ത് പറയുന്നു? മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമ.
അല്ല, വെറുതെ നിന്നെക്കൊണ്ട് നീ ഒരു ബുദ്ധിജീവിയല്ലേ, നീ ഒരു മഹാ ആദർശത്തിൻ്റെ ഉടമയല്ലേ, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ടതായ ദൂതർ ഏറ്റവും ഉത്തമ ദൂതരല്ലേ, ആ ദൂതരുടെ കൂടെ ജീവിച്ച ഉമ്മത്തുകൾ ഏറ്റവും ഉത്തമരായ ഉമ്മത്തല്ലേ, ഇങ്ങനെയുള്ള ഉമ്മത്തിന് വേണ്ടി, ഇങ്ങനെയുള്ള ഉത്തമരായ വിഭാഗത്തിന് വേണ്ടി അള്ളാഹ് സെലക്ട് ചെയ്ത 5 വക്ത് നമസ്കാരത്തിൽ എന്തിനടോ 17 തവണ നിർബന്ധമായിട്ട് മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന നാളിൻ്റെ ഉടമസ്ഥൻ എന്ന പദം മടക്കി 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 പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കൽപ്പിക്കപ്പെട്ടു. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സദസ്യരിലുള്ളതായ ഉംറക്കാരോട് ചോദിക്കേണ്ട ചോദ്യത്തിൽപ്പെട്ടതാണത്. എന്തേ നിങ്ങളോട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയാൻ പറഞ്ഞു? എന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് പറയാൻ പറഞ്ഞില്ല? കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മംഗലാപുരത്തുണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞ പദം തന്നെ പറയാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ വരാൻ തീരുമാനിച്ചപ്പോൾ പുതിയ പദം എന്തുകൊണ്ട് പറയിപ്പിച്ചു? അതിൻ്റെ പിന്നിൽ രഹസ്യമുണ്ട്. എന്താണത്? ഈ നിങ്ങൾ വരുന്ന തത്വം, നിങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന ഉംറ, നിങ്ങൾ ചെയ്യുന്ന ഹജ്ജ്, നിങ്ങൾ നിസ്കരിക്കുന്ന നമസ്കാരം, ഇതിൻ്റെ പിന്നിലെല്ലാം ഉള്ള മജ്ജ, അത് പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമായിരിക്കണം, ആരാധന അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, നേർച്ച അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, ജീവിതം അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, മരണം അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, ബരമേൽപ്പിക്കൽ അള്ളാഹുവിലേക്ക് മാത്രമായിരിക്കണം, പ്രശ്നപരിഹാരത്തിന് വേണ്ടി കൈപ്പൊക്കൽ അള്ളാഹിലേക്ക് മാത്രമായിരിക്കണം. മനുഷ്യൻ്റെ ജീവിതം ആസകലം അവൻ്റെ ഷിട്ടാവായ, പ്രപഞ്ചത്തിൻ്റെ ഷിട്ടാവായ, അർശിൻ്റെ ഉടമയായ, ഈ സൂര്യനെ കറക്കിക്കൊണ്ടിരിക്കുന്നവനായ, ഈ ചന്ദ്രനെ നമ്മുടെ മുമ്പിൽ പ്രകാശം നൽകിക്കൊണ്ടേയിരിക്കുന്നവനായ, ആ അത്ഭുത ശക്തിയായ, ആ മഹാശക്തനായ റബ്ബുമായുള്ള ടച്ച്, ബന്ധം, പ്രാർത്ഥനയിലൂടെ, കിണപക്ഷിക്കലിലൂടെ, കണ്ണുനീരൊലിപ്പിക്കലിലൂടെ, ദുഃഖിച്ചുകൊണ്ട്, പ്രയാസപ്പെട്ടുകൊണ്ട്, ഹൃദയം തട്ടിയും കൊണ്ട്, പാശ്ചാത്തപ്പിക്കലിലൂടെ, തൗബ ചെയ്യലിലൂടെ ഉണ്ടാവണം എന്ന നിർബന്ധമാണ് അള്ളാഹ്ക്കുള്ളത്. അതാണ് ഇന്ന് മക്ക ഇമാം ഉണർത്തിയ പ്രധാന പോയിന്റുകൾ. മുസ്ലിങ്ങൾ അള്ളാഹിലേക്ക് മടങ്ങട്ടെ, രാഷ്ട്രങ്ങൾ, മുസ്ലിം രാഷ്ട്രങ്ങൾ അള്ളാഹിലേക്ക് മടങ്ങട്ടെ, മുസ്ലിം നേതൃത്വങ്ങൾ അള്ളാഹിലേക്ക് മടങ്ങട്ടെ, മുസ്ലിം പട്ടാളങ്ങൾ അള്ളാഹിലേക്ക് മടങ്ങട്ടെ. അള്ളാഹുമായുള്ള ബന്ധം ക്ലിയറായാൽ അള്ളാഹ്ക്ക് ഇവിടെ വേണ്ടത് അള്ളാഹിൻ്റെ മതം നടപ്പാക്കുന്ന നാടുകളാണ് എന്നല്ലാതെ ആ നാടുകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാരൊക്കെ നന്നായാലും നന്നായില്ലെങ്കിൽ, വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും, അവർ നിസ്കരിക്കുന്നില്ലെങ്കിൽ, അവർ നിസ്കാരം നടപ്പാക്കുന്നില്ലെങ്കിൽ, അവർ നമസ്കാരത്തെ അള്ളാഹ് കൽപ്പിച്ചതുപോലെയുള്ള ജമാഅത്തോടു കൂടി സ്ഥാപിക്കുന്നില്ലെങ്കിൽ, അള്ളാഹിന്റെ മതത്തെ ഫിറ്റാക്കുന്നില്ലെങ്കിൽ, അവിടെ അള്ളാഹ്ക്കെതിരിൽ അവിടെ ഖബറുകൾ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല രൂപത്തിലോ മനുഷ്യപൂജകൾ നടക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു അല്ലാത്ത ഷെട്ടികൾക്കുള്ള പൂജകൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അള്ളാഹിനെ സഹായം ഇറങ്ങൂല. എന്തേ? ഇറാഖിൽ എത്ര കാലഘട്ടമായി പൊട്ടിത്തെറികൾ, എത്ര കാലഘട്ടമായി യുദ്ധങ്ങൾ, എത്ര ദശവർഷങ്ങളായി അവിടെയല്ലേ മറഞ്ഞു കിടക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി? ഇല്ല, ഒന്നും ഒരു പ്രയോജനമില്ല. പ്രയോജനം റബ്ബുമായുള്ള ബന്ധം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ക്ലിയർ ആക്കിയപ്പോൾ അവർക്ക് നല്ല ആളായി ജീവിക്കാൻ പറ്റി, അവർ നല്ല മനുഷ്യനായി മാറി. അതുപോലെ നാമും നല്ല മനുഷ്യനായാൽ നമുക്കും അള്ളാഹിന്റെ സഹായം ഇറങ്ങും, നമുക്കും അള്ളാഹിന്റെ അനുഗ്രഹം ഇറങ്ങും. അത്രയുള്ളൂ ഇവിടെ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ഒറിജിനൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന നാം എല്ലാം മദീനത്ത് വന്ന് പോകുമ്പോൾ പഠിച്ചു പോകേണ്ടതായ തത്വം. ഏത്? അള്ളാഹുമായുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെ. അതുകൊണ്ട് നമ്മളോട് ദൈനംദിനം പറയാൻ കൽപ്പിക്കപ്പെടുന്ന ആ പദത്തിൽപ്പെട്ടതാണ് ഇന്ന സലാത്തി, എൻ്റെ നമസ്കാരമാ സകലം. നമസ്കാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നാം ചെറുപ്പത്തിലേ ഞാനടക്കമുള്ള മുസ്ലിംമാർ പള്ളി ദർസിൽ നിന്ന് പഠിച്ചത് പ്രാർത്ഥനകൾ എന്നതാണ്. അസ്സലാത്തു എന്താ അതിൻ്റെ അർത്ഥം? അദ്ദുആ. അസ്സലാത്തു അദ്ദുആ. ചെറിയ കിതാബിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നാം പറയലാണ് അസ്സലാത്തു അദ്ദുആ. അപ്പോൾ ഇന്ന സലാത്തി, എൻ്റെ മുഴുവൻ പ്രാർത്ഥനകൾ, ഒനുസുക്കി, എൻ്റെ അറിവുകളും നേർച്ച വഴിപാടുകളും, ഒമഹയ്യായ, എൻ്റെ ജീവിതമാസകലം, ഒമമാത്തി, എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് മാത്രം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, നിനക്ക് മറുപടി നൽകിയിട്ടാ വന്നിട്ടുള്ളത് എന്ന് പറയുന്ന തത്വം നാം പറയും പോലെ അതാണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യം ഈ രൂപത്തിൽ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കൈകെട്ടി നാളെ മറുപടി പറയേണ്ടി വരും അള്ളാഹിന്റെ മുമ്പിൽ. ഇന്നക്കും മസ്ഊലൂൻ, നിങ്ങളോട് മുഴുവനും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. വഖിഫൂഹും, അവരെ അവിടെ നിർത്തൂ മലക്കുകളെ, അവരെ വിടാൻ പാടില്ല. അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ അവർക്ക് 5 വക്ത് നിസ്കാരം, അവർ മുഹമ്മദിന്റെ ഉമ്മത്തുകളാണെങ്കിൽ 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു. ആ നമസ്കാരത്തിൽ ദൈനംദിനം അവരെന്നോട് പറഞ്ഞിരുന്നു എന്ത്? പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്ന്. അങ്ങനെയുള്ള ഒരു ദിവസത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടില്ല ജീവിതത്തിൽ. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. അവർ സെലക്ട് ചെയ്തത്
എന്തിനെയാണ്? അവർ ജീവിക്കുന്ന ജീവിതത്തിൽ പേലസ് വേണം, മാരുതി കാർ വേണം, റബ്ബർ തോട്ടം വേണം, എല്ലാ കുട്ടികൾ വേണം, ഭാര്യ വേണം, സന്താനം വേണം, എല്ലാ വിജയം വേണം. ആ ഹയാത്ത് ദുനിയ മാത്രം എന്ന് മാത്രമല്ല, ഞാൻ അവരോട് കരീബാണ്, സത്യവചനം ചെയ്തിട്ട് ഏറ്റവും അടുത്ത് വരികയാണ് ഖിയാമത്ത് നാൾ. ഖിയാമത്ത് നാൾ നിങ്ങളുടെ തൊട്ടാണ്. റസൂൽ പറയുന്നു, എന്നെ ഭൂമിയിലേക്ക് അല്ലാഹു ദൂതനായി നിയോഗിച്ചു. ഇങ്ങനെ ഖിയാമത്ത് നാളും ഞാനും ഇങ്ങനെ ജീവിതത്തിൽ കളവ് പറയാത്തവരും ഈ പള്ളിയിൽ നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി മാരെ നാം മഹാ അപകടത്തിലാണ്. മുസ്ലിം ലോകം ആ സകലം മഹാ അപകടത്തിലാണ്. നാം ഉറങ്ങേണ്ട ടൈമല്ല, നാം വിശ്രമിക്കേണ്ട ടൈമല്ല, നാം സുഖിക്കേണ്ട ടൈമല്ല, നാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട ടൈമാണ്. കാരണം ലോകം തന്നെ അവസാനിക്കാൻ പോകുന്നു എന്നതൊരു ഭാഗത്ത്, അതിനു മുമ്പ് നാം തന്നെ ഇവിടെ ഇന്നോ നാളെയായിട്ട് ലോകത്തോട് വിട വാങ്ങാൻ പോകുന്നു എന്നത് മറ്റൊരു അപകടം. അതുകൊണ്ട് ഉള്ള ടൈം എത്രയാണ്, അത് ശരിക്കും അല്ലാഹുവിലേക്ക് മടങ്ങാൻ, തൗബ ചെയ്യാൻ, പാശ്ചാത്തപിക്കാൻ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തട്ടിപ്പിലും വെട്ടിപ്പിലും അനാചാരത്തിലും അക്രമത്തിലും അനീതിയിലും ഏഷണിയിലും ഭീഷണിയിലും പരദൂഷണത്തിലും തോന്നിവാസങ്ങളിലും എല്ലാം ജീവിച്ച ആളാണെങ്കിൽ ആ പഴയ പട്ടിക മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് റബ്ബിനോട് കുറ്റം സമ്മതിച്ചുകൊണ്ട് ഖേദിച്ച് മടങ്ങുക, മക്ക ഇമാം എന്ന് പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ മദീന ഇമാം ദോഷങ്ങളെക്കുറിച്ച് ശിർക്ക് തുടങ്ങി വെച്ചുകൊണ്ട് പിന്നെ വലിയ ദോഷങ്ങൾ അതിന് തൊട്ട് നിൽക്കുന്നത്, പിന്നെ ചെറിയ ചെറിയ നമ്മളിൽ നിന്നിട്ട് സാധാരണ വരാൻ പോകുന്ന ദോഷങ്ങൾ, അങ്ങനെ 2-3 ഇനങ്ങളാക്കി മാറ്റിയിട്ട് മദീന ഇമാം അബ്ദുൽ മുഹസിൻ അൽ ഖാസിം ഇത് ചർച്ച ചെയ്യുകയുണ്ടായി. മതവിദ്യാർത്ഥികൾക്കും ഖുതുബോതുന്നവർക്കും ഉപയോഗപ്രദമായ ഒരു കേസറ്റാണത്, ഒരു CD ആണത്. അത് മസ്ജിദ് നബവിയിൽ നിന്നിട്ട് നാളെയോ മറ്റന്നാളായിട്ട് അതിൻ്റെ കോപ്പി എടുക്കുകയോ അല്ലെങ്കിൽ അത് നേരിട്ട് കേൾക്കാൻ പൂതിയുള്ളവർ നാളെ രാത്രിയല്ല ഇശാക്ക് ശേഷം, മറ്റന്നാൾ ഇശാക്ക് ശേഷം സൗദി അറേബ്യൻ റേഡിയോ പ്രക്ഷേപണം നടത്തുന്നതാണ് ഖുർആൻ റേഡിയോ. മദീന മസ്ജിദ് നബവിയിൽ ഇന്ന് നടന്ന ഖുതുബ വളരെ അർത്ഥവത്തായ ഖുതുബയാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കൽ മതവിദ്യാർത്ഥികൾക്ക് നല്ലതാണ്. പറഞ്ഞു വരുന്നത്, സഹോദരന്മാരെ, സഹോദരികളെ, നാം വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രയാസം മാറാൻ, വീട്ടിലുള്ള പ്രയാസം മാറാൻ, കുടുംബത്തിലുള്ള പ്രയാസം മാറാൻ, പരിസരത്തുള്ള പ്രയാസം മാറാൻ, നമ്മുടെ മഹല്ലത്തുള്ള പ്രയാസം മാറാൻ, നമ്മുടെ നാട്ടിലുള്ള പ്രയാസം മാറാൻ, ലോകത്തിൽ അസകലമുള്ള പ്രയാസം മാറാൻ, ഇതിനെല്ലാം പോൺവഴി അല്ലാഹ് നമുക്ക് വരഞ്ഞു തന്നത് റബ്ബുമായുള്ള ടച്ച് ക്ലിയറാക്കൽ മാത്രമാണ്. കാരണം നാം റബ്ബിൻ്റെ ആളാണ്, നാം റബ്ബാനീങ്ങളായി മാറണം. നാം റബ്ബിൻ്റെ ആളാണെന്ന് വാദിക്കുന്നവരാണ്. അപ്പോൾ നാം എന്തായി മാറണം? വലാകിൻ കൂനൂ റബ്ബാനിയീൻ. അല്ലാഹുവിൻ്റെ കൽപ്പന, നിങ്ങളാവുക റബ്ബിൻ്റെ ആളായി മാറുക. അല്ലാഹ് പറയാണ് നമ്മളോട്, നിങ്ങളാവുക റബ്ബാനിയീൻ, റബ്ബിൻ്റെ ആളായി മാറുക, റബ്ബ് ഇഷ്ടപ്പെടുന്ന ആളായി മാറുക, റബ്ബിലേക്ക് മടങ്ങിയ ആളായി മാറുക, റബ്ബിനെ സ്നേഹിക്കുന്ന ആളായി മാറുക. റബ്ബിനെ സ്നേഹിക്കാൻ വേണ്ടി ലോകത്തോട് ചിലപ്പോൾ വെറുക്കേണ്ടി വന്നാൽ വെറുക്കണം. അതാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ നേതാക്കളിൽ നാം കണ്ടു എന്ത്? മുഹമ്മദുൻ റസൂലുള്ളാഹ് വല്ലദീന മഅഹു, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതൻ, അവരുടെ കൂടെ ജീവിച്ച ലക്ഷത്തോളം സഹാബാക്കൾ, അശിദ്ദാഉ അലൽ കുഫാർ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് എന്തെങ്കിലും ആരാധനയുടെ അവകാശങ്ങൾ കൊടുക്കുന്ന ആ സത്യനിഷേധികളെ അവർക്ക് കണി കണ്ടൂടാ. അശിദ്ദാഉ അലൽ കുഫാർ, ക്രൂരൻ. അതേ സമയത്ത് അവരുടെ ഇടയിലോ റഹമാഉ ബൈനഹും, അവർ വിനയത്തോടു കൂടി തമ്മിൽ പെരുമാറൽ എന്ന് മക്ക മദീന ഇമാം ഉണർത്തിയതുപോലെ ആ മുസ്ലിം ലാ യുസ്ലിമുഹു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ മറ്റാളിലേക്ക് വിട്ടുകൊടുക്കുകയില്ല. ഒരു മുസ്ലിം പ്രയാസപ്പെടുന്ന കണ്ടാൽ അദ്ദേഹത്തിൻ്റെ പ്രയാസം മാറ്റാൻ വേണ്ടി പാടുപെടും, പരിശ്രമിക്കും. ആ സ്റ്റാൻഡേർഡിലേക്ക് നാം എത്തണം. അങ്ങനെ അള്ളാഹുവിൻ്റെ ആളായി മാറുമ്പോൾ എന്താകും? ശരിക്ക് ഇയ്യാക നഅ്ബുദിൻ്റെ അർത്ഥം അറിയും. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നത് ക്രിസ്തീയ തത്വത്തിന് വിപരീതമാണ്, ഹിന്ദുക്കളുടെ തത്വത്തിന് വിപരീതമാണ്. ശിവനെയും ലിംഗത്തിനെയും യോനിയെയും കണ്ടതിനെയും കേട്ടതിനെയും പൂജിക്കുന്ന വിഭാഗം ഉള്ള നാടാകുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിന്യത, അവരുടെ നികൃഷ്ടത, അവരുടെ ആ താഴ്ന്ന യുഗത്തിലുള്ള ജീവിതം അത് ഓർക്കാൻ വേറെ ചിന്തിക്കേണ്ടതില്ല. ഞാൻ ഇയ്യാക നഅ്ബുദു പറയാൻ അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ തേങ്ങയും മാങ്ങയുമായിട്ട് അവൻ
അമ്പലത്തിലേക്ക് ബിംബത്തിനടുക്കിലേക്ക് പോവുകയല്ലേ? അവൻ മറ്റു ലിംഗത്തിനടുക്കിലേക്കോ അവൻ പൂജിക്കുന്നതായ ദൈവങ്ങളിലേക്കോ പോവുകയല്ലേ? ഞാൻ എന്ത് അന്തസ്സുള്ള ജീവിതമാണ് ജീവിക്കുന്നത്. ഞാൻ റബ്ബിനെ കാണാൻ, റബ്ബിനോട് സംസാരിക്കാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു മാത്രം, നിന്നോടല്ലാതെ ആരോടും ചോദിക്കൂല. നിന്നോടും നിനക്ക് മാത്രം ഞാൻ ആരാധിക്കുന്നു, നിനക്കല്ലാതെ ഞാൻ ആരാധിക്കൂല. എനിക്കതുകൊണ്ട് നിന്നോട് പറയാനുള്ളത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ സത്യപാന്താവിൽ എന്നെ നീ നയിക്കണം. ആ നയിക്കുന്ന പാന്താവ് സത്യമാണ് എന്നത് മാത്രം പറഞ്ഞു നിർത്തിയില്ല. പിന്നെയോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരായ നബിമാരുടെ, സാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ, സഹാബാക്കളുടെ ആ സത്യത്തിന്റെ പിന്നാലെ നടന്നവരുടെ റൂട്ടിലേക്ക് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വീണ്ടും വിശദീകരിക്കുന്നു. നീ കോപ്പിച്ചവരായ ജൂതന്മാരുടെ റൂട്ടിലേക്കല്ല, വലദ്ദാലീൻ അതുപോലെ തന്നെ വഴി പഴച്ചു പോയവരായ ക്രിസ്ത്യാനികളുടെ റൂട്ടിലേക്കല്ല. അല്ലാഹു അല്ലാത്തവരെ പൂജിച്ച് എവിടേക്കെത്തി എന്ന് പറഞ്ഞാൽ അവര് ആ വ്യക്തിയെ, ആ മനുഷ്യൻ ഭൂമിയിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ, അദ്ദേഹം തൊട്ടിലിൽ കിടന്നപ്പോൾ പറഞ്ഞത് ഇന്നീ അബ്ദുല്ലാ, ഞാൻ അള്ളാന്റെ അടിമയാണ്, ലോകമേ, ഞാൻ ദൈവമല്ല, ദൈവത്തിന്റെ ഒരു ഭാഗവുമല്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾ പൂജിക്കരുത്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അള്ളാനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് എന്ന പ്രഖ്യാപനമാണ് ആ ഈസ നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിച്ചത്. അങ്ങനെയുള്ള ഈസയുടെ ആളാണെന്ന് പറയുന്ന ഇന്നത്തെ രാഷ്ട്രങ്ങളായ യൂറോപ്പികളും അതുപോലെ തന്നെ പാശ്ചാത്യരും എന്താണ് കാട്ടുന്നത്? അതേ ഈസയെ അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നു? വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പൂജ, അവരെ വിളിച്ച് പ്രാർത്ഥന. അതുപോലെ തന്നെ നാമും നമ്മുടെ നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്ന ഏത് ഖബറിന്റെ ഉടമകളെ ആ ഖബറിലേക്ക് ചെന്നുകൊണ്ട് അഥവാ അവർക്ക് വേണ്ടി സലാം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് പകരം, ഇസ്ലാം കൽപ്പിച്ച രൂപത്തിലുള്ള സിയാറത്ത് ചെയ്യുന്നതിന് പകരം അത് മേളയാക്കി, അത് ഉറൂസാക്കി, അത് ആനപ്പോക്കാക്കി, അത് സന്തൽ പോക്കാക്കി, അത് അനാചാരമാക്കി മാറ്റി അവരിൽ നിന്നിട്ട് നന്മകൾ കിട്ടണമെന്ന് വെച്ചാൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളെ ഒന്നടങ്കം നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ഈസയെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നതിന് പകരം അള്ളാഹ് പറയുന്നു ഈ വിശുദ്ധ ഫുർഖാൻ അലീമിൽ, ഈസയെ ഞാൻ എൻ്റെ കോർട്ടിലേക്ക് കൊണ്ടുവരും. ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചവരുടെ മധ്യത്തിൽ മഹാനായ ഈസയെ അള്ളാഹ് ആദരിച്ച് ബഹുമാനിച്ച് വാനലോകത്തിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത ഈസയെ കൊണ്ടുവരുന്നു. എന്നിട്ട് ചോദിക്കപ്പെടുന്നു, അതൊരു സംഭവമാണ്. ഇത് പറയുമ്പോൾ റസൂൽ കരയലാണ്. റസൂൽ ഇത് പറയുമ്പോൾ, ഓതുമ്പോൾ, വിശദീകരിക്കുമ്പോൾ കരയലാണ്. ആ ഈസയെ കൊണ്ടുവരപ്പെടുന്നു. ആ മലക്കുകളുടെ സാന്നിധ്യത്തോടു കൂടിയായിരിക്കും ആ വരുന്ന വരവേൽപ്പ് പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്നിട്ട് ലക്ഷങ്ങളുടെ മുമ്പിൽ, അല്ല കോടിക്കണക്കിൽ മനുഷ്യന്മാരുടെയും മലക്കുകളുടെയും അവരുടെ കൂടെ റൂഹുണ്ട്, അഥവാ ജിബ്രീൽ ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ എല്ലാം മുമ്പിൽ ഈസയോട് അല്ലാഹ് ചോദിക്കുന്നു, അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി ഇലാഹൈനി أنت قلت للناس اتخذوني وأمي إلهين من دون الله. നിങ്ങളെയും നിങ്ങളുടെ ഉമ്മ മറിയമിനെയും ജനങ്ങളോട് നിങ്ങൾ ദൈവമാക്കാൻ, വിളിച്ച് പ്രാർത്ഥിക്കാൻ, പ്രശ്നപരിഹാരത്തിന് വേണ്ടി നിങ്ങളിലേക്ക് കൈപ്പൊക്കാൻ ലോക ക്രിസ്ത്യാനികളോട്, അമേരിക്കക്കാരോട്, അതുപോലെ തന്നെ യൂറോപ്പികളോട്, എവിടെയെല്ലാം ആരെല്ലാം നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു അവരോട് പറയാൻ ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ ഈസ? അങ്ങനെ നീ പറഞ്ഞിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ ഈസ? അങ്ങനെ നീ കാട്ടിയിട്ടുണ്ടോ ഈസ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ എന്ത് കാട്ടിയെന്നതൊക്കെ നിനക്കറിയാം. അതുകൊണ്ട് നിനക്ക് വിശദീകരണം പറയേണ്ട ആവശ്യമില്ല. അവർ ചെയ്ത തെറ്റിന് അവർ കുറ്റവാളി എന്ന് പറയും പോലെ. പക്ഷെ നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അതിന് അർഹനാണ്. നീ അവർ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ അവകാശമാണത് എന്ന ശൈലിയിലുള്ളതായ ഒരു സമീപനമാണ് മഹാനായ ഈസ നബി അലൈഹി സ്വലാം അവിടുന്ന് മറുപടി നൽകിയത്. ഇത് കേൾക്കുമ്പോൾ അത്രയും പാപങ്ങൾ ചെയ്തതായ ആ ക്രിസ്ത്യാനികളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിച്ചു, മാഫിയാണെങ്കിൽ മാഫി ചെയ്തു എന്ന ശൈലി റസൂലുള്ളാഹി കേട്ടപ്പോൾ റസൂലുള്ളാഹി കരഞ്ഞു. റസൂലുള്ളാഹിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ ഇറങ്ങി. പറയൂ മുഹമ്മദിനോട് എന്ത് വേണമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, ആ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പഴച്ചു പോയവർക്ക് വേണ്ടി വാദിച്ചിട്ടില്ലെങ്കിലും അവരെ നീ ശിക്ഷിക്കുന്നില്ലെങ്കിൽ നിന്റെ ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ എന്ത് പറയണം? എൻ്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അതുകൊണ്ട് ആ കാര്യം ചിന്തിച്ചിട്ട് ഞാൻ കരഞ്ഞതാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉമ്മത്തുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രീതിപ്പെടുന്ന രൂപത്തിൽ ഞാൻ ചെയ്യുമെന്ന് അള്ളാഹിൻ്റെ മറുപടി ജിബ്രീലിലൂടെ ലഭിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി സമാധാനിച്ചത്. പക്ഷേ
പക്ഷേ അവിടെ അള്ളാഹ് നിബന്ധന വെച്ചു, നിങ്ങളുടെ ഉമ്മത്തികൾക്ക് അവരെ നിങ്ങൾ ശഫാഅത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ചാൻസ് നിങ്ങൾ ആവശ്യപ്പെടുന്നവർക്കെല്ലാം തരാം. എന്താണ് നിബന്ധന? അവർ മരിക്കുമ്പോൾ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കണം എന്നല്ലാതെ ശിർക്ക് ചെയ്തിട്ട് ഒരീശയെ കാക്കണമെന്നോ, മമ്പർത്തങ്ങളെ രക്ഷിക്കണമെന്നോ, അല്ലെങ്കിൽ ഉള്ളാൾത്തങ്ങളെ കാക്കണമെന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെ ശക്തിയെ പൂജിച്ചിട്ടോ അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടോ അവകൾക്ക് നേർച്ചയാക്കിയിട്ടോ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന തത്വത്തിനെതിരിലോ, അല്ലെങ്കിൽ ഉജ്ജഹത്തുവിൻ്റെ തത്വത്തിനെതിരിലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വത്തിനെതിരിലോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, നിന്റെ കൂടെ പങ്കുകാരില്ല കൂട്ടുകാരില്ല എന്ന തൽബിയത്തിനെതിരിലോ അവർ ജീവിച്ചിട്ടാണ് എൻ്റെ കൂടെ എൻ്റെ അടുക്കിലേക്ക് വരുന്നതെങ്കിൽ അവരെ ഞാൻ നരകത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദുൻ റസൂലുള്ളാഹി ഒരാൾ മരിക്കുന്ന വേളയിൽ അദ്ദേഹം ജീവിച്ച് മരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹം നരകത്തിൽ പോകൽ നിർബന്ധമാണ്. അത് റസൂലുള്ള പറഞ്ഞത് ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളതാണ്. എൻ്റെ ഓർമ്മയിൽ മുസ്ലിമിലാണ്. അതിനേക്കാളും മുമ്പ് ഖുർആനിൽ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹിൻ്റെ കൂടെ ശിട്ടികളെ പങ്കു ചേർത്താൽ സ്വർഗം അവന് ഹറാമാണ്. അള്ളാഹ് ഹറാമാക്കി, സ്വർഗം തീണ്ടൂല. എന്തെങ്കിലും ഒരു രക്ഷ കിട്ടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അള്ളാഹ് പറയുന്നു, റസൂൽ പറയുന്നു. എന്ത്? ഒരു ബിതാഖയുടെ ഉടമ. ഏതാണ് ബിതാഖ? പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹിനോട് മാത്രം, ആരാധിക്കേണ്ടത് അള്ളാഹിനോട് മാത്രം എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമുള്ള വ്യക്തി, അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം രക്ഷപ്പെടുത്തുമെന്നാണ്. അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം അവൻ, അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം അവൻ. നരകത്തിൽ നിന്നിട്ട് കരിക്കട്ടിയായിട്ട് കൊണ്ടുവരപ്പെടും. പക്ഷേ രക്ഷപ്പെടുത്തിയത് എന്താണ്? തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. അതുകൊണ്ട് ഇവിടെ വന്നു പോകുമ്പോൾ, ലോകത്ത് എവിടെ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുമായുള്ള ടച്ചിൽ, ബന്ധത്തിൽ, അള്ളാഹ്ക്ക് ചെയ്യേണ്ട ആരാധനകളിൽ, ബാധ്യതയിൽ നാം വീഴ്ച വരുത്താൻ പാടില്ല. അതോടൊപ്പം കുട്ടികളെ, സന്താനങ്ങളെ ഇസ്ലാമീകരിക്കാൻ, മദീനീകരിക്കാൻ, മക്കീകരിക്കാൻ, സ്വർഗത്തോപ്പീകരിക്കാൻ പരിശ്രമിക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ നിന്നിട്ട് നമ്മുടെ സദസ്സിലിരിക്കുന്ന അമർക്ക് വേണ്ടി വന്നതായ അള്ളാഹുവിൻ്റെ നിവേദക സംഘങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. എന്നിട്ട് ചോദിക്കും, ഇത് ആ സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നു, യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യൻജി. യവദ്ദുൽ മുജ്രിം, പരാക്രമി അവിടെ എത്തിക്കഴിഞ്ഞാൽ പൂതി വെക്കും. ആരാണ് പരാക്രമി? ശിർക്ക് ചെയ്ത ആൾ. ആരാണ് പരാക്രമി? അള്ളാഹിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും വലിയ അക്രമം എന്താണെന്ന് ഖുർആൻ പറഞ്ഞു. ഇന്ന ശിർക ലദുൽമുൻ അദീം. അവിടുന്ന് പൂതി വെക്കും. എന്തെങ്കിലും പ്രായശ്ചിത്തം നൽകിയും കൊണ്ട് അള്ളാഹ് ഒന്ന് നരകത്തിൽ നിന്നിട്ട്, ഈ നരകത്തെ ഇങ്ങനെ കാണുകയാണേ, 1000 കൊല്ലം കത്തി ചുവന്നു, 1000 കൊല്ലം കത്തി വെളുത്തു, 1000 കൊല്ലം കത്തി കറുത്തു, ഇപ്പോൾ കറുത്തീരുണ്ട്. അത് അട്ടഹാസിച്ച് അതിൻ്റെ പാളലുകൾ ഇങ്ങനെ കാണുന്ന രംഗമാണ്. മനുഷ്യന്മാരോട് ഒരുമിച്ച് കൂടുമ്പോൾ നരകത്തിൻ്റെ പാളലുകൾ കാണും. ആ സന്ദർഭത്തിൽ പരാക്രമിക്ക് ഉറപ്പാണ്, ഇപ്പോൾ ഞാൻ പോകുന്നത് അവിടേക്കാണ്. അപ്പോൾ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിൻ്റെ കൂടെ ഇപ്പോൾ ഭൂമി ആസകലം നിനക്ക് പ്രായശ്ചിത്തം നൽകാനുണ്ടെങ്കിൽ അത് ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോൾ അതേ ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്തിരുന്നേനെ ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്ന്, ഈ നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ എന്ന് പറയും. അപ്പോൾ അള്ളാഹു പറയുന്നതാണ്, നീ പണ്ട് ഭൂമിയിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിൻ്റെ വാപ്പയുടെ മൊതുവിൽ നിന്നിട്ട്, വാനലോകത്തിൽ നിന്നിട്ട് നിന്നോട് ഞാൻ ഒരു അഗ്രിമെൻ്റ് നടത്തിയിരുന്നു. ആ അഗ്രിമെൻറ്റിൽ നിന്നോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? ഭൂമിയിലേക്ക് പോയാൽ എന്നെ മാത്രം ആരാധിക്കണം, എനിക്ക് മാത്രം പ്രാർത്ഥന, എനിക്ക് മാത്രം നേർച്ച അറിവ്, എനിക്ക് മാത്രം ജീവിതം മരണം, ഇത് നീ ചെയ്യണമെന്ന് ഞാൻ അഗ്രിമെൻ്റ് ചെയ്തിരുന്നു. ആ ചെറിയ കാര്യം നീ കൂട്ടാക്കിയില്ല. നീ ഇപ്പോൾ ദുനിയാവ് മുഴുവൻ എനിക്ക് തരണം, എന്നാൽ അത് ഞാൻ പ്രായശ്ചിത്തം നൽകാം, എന്നിട്ട് എനിക്ക് നരകത്ത് നിന്ന് രക്ഷപ്പെടണം എന്നാവശ്യപ്പെടാനോ? ചെറിയത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് നീ എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ നീ ആവശ്യപ്പെടുന്നത് എന്താണ്? ദുനിയാവിൻ്റെ അത്ര എൻ്റെ കൂടെ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രായശ്ചിത്തം നൽകിയിട്ട് ഞാൻ രക്ഷപ്പെടും എന്നുള്ള മറുപടി പറയുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ കേൾപ്പിച്ച ആയത്ത്
പരിപൂർണമാക്കാം. യവദ്ദുൽ മുജ്രിമു, അവൻ പൂതി വെക്കും, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ, ആ ദിവസത്തിൽ അല്ലാഹു അവന് തയ്യാർ ചെയ്തു വെച്ചതായ ആ ശിക്ഷയിൽ നിന്നിട്ട് മോചനം ലഭിക്കാൻ വേണ്ടി, ബിബനീഹി, അവൻ്റെ മക്കളെ പ്രായശ്ചിത്തം നൽകിയും കൊണ്ട്, സാഹിബത്തി, അവൻ്റെ സ്വന്തം ജീവസഖിയായ അവൻ്റെ ഭാര്യയെ, നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കൂടെ കടന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ പഠിച്ചോ റബ്ബേ അവളെ, നരകത്തിൽ കടത്തിക്കോ റബ്ബേ അവളെ, എന്നെ വിട്ടേക്ക് എന്ന് പറയാൻ തയ്യാറായിരിക്കും. സാഹിബത്തിഹി വാഹിഹി, അവൻ്റെ സഹോദരനെ, ഫസീലത്തിഹി ലത്തി തുവി, അവൻ ഏറ്റവും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കണ്ണിലുണ്ണിയായി അവനെ വളർത്തിയതായ അവൻ്റെ കുഞ്ഞോമന പൈതൽ, ആ കുഞ്ഞോമന പൈതൽ വീട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു സൈക്കിൾ വന്നാൽ മതി, ഒരു ഓട്ടോറിക്ഷ വന്നാൽ മതി, ഓടുന്നു റോട്ടിലേക്ക് കുട്ടിയെ പിടിക്കാൻ, കുട്ടി കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, അത്രയും സ്നേഹിച്ചുകൊണ്ട്, അത്രയും താലോലിച്ചുകൊണ്ട് ആ വളർത്തിയതായ കുട്ടിയെ സമർപ്പിച്ചിട്ട് പറയുമെന്നാണ്, എന്ത്, പിടിച്ചോ റബ്ബേ കുട്ടിയെ, എനിക്ക് വേണ്ടത് ആ നരകത്ത് നിന്ന് രക്ഷപ്പെടലാണെന്ന് പറയുമെന്ന് റബ്ബ് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്ന ഉപദേശം, അങ്ങനെയുള്ള അപകട മേഖലയിലേക്ക് എത്തുന്നതിന് മുമ്പും മരിക്കാൻ, ഇന്ന് മരിക്കേണ്ടി വന്നാൽ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും അയസ്സിനെ അള്ളാഹിൻ്റെ താഅത്തിൽ വർദ്ധിപ്പിക്കട്ടെ, നീട്ടിത്തരട്ടെ. അഥവാ ഇന്ന് മരിക്കേണ്ടി വന്നാൽ, എപ്പോൾ മരിക്കേണ്ടി വന്നാൽ, മരിക്കുന്ന സമയത്ത് വരേക്കും ഞാൻ ഈ പറഞ്ഞ രൂപത്തിലല്ല ജീവിച്ചതെങ്കിൽ അപകടത്തിൽപ്പെടുമെന്ന ആ വിവരണങ്ങൾ ഖുർആനിൽ ധാരാളമുണ്ട്, ഹദീസുകളിലും ധാരാളമുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വലിയ ഖിയാമത്ത് നാൾ വലുത്, ചെറുത് മരണം. കല്ലാ ഇദാ ബലഗത്തുൽ ഹുൽഖൂം, തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തിക്കഴിഞ്ഞാൽ, വഅൻതും ഹീനൈദിൻ തൻദുറൂൻ, നിങ്ങളെല്ലാവരും മരിക്കുന്ന മനുഷ്യനിങ്ങനെ നോക്കും, പരിസരത്തിലിരുന്ന് ഇങ്ങനെ നോക്കാം, മൂപ്പരിങ്ങനെ കണ്ണൂരിട്ടെന്ന് കാണും. വനഹനു അഖറബു ഇലൈഹി മിൻകും, നിങ്ങളൊരു പക്ഷേ പറയും, അയാളിപ്പോൾ സംസാരിക്കാൻ പറ്റുമെങ്കിൽ എന്നോട് സംസാരിച്ചിരുന്നതിനെന്ന് മകൻ പറയും, എന്നോട് സംസാരിച്ചിരുന്നതിനെ എന്ന് ഭാര്യ പറയും, എന്നോട് സംസാരിച്ചിരുന്നതെന്ന് ഉമ്മ പറയും. പക്ഷെ അള്ളാഹ് പറയാണ്, അവൻ കാണുന്നത് നിങ്ങളെന്നുമല്ല, അവൻ കണ്ണുരുട്ടുന്നത് നിങ്ങൾ നോക്കിയിട്ടുമല്ല, അവൻ യഥാർത്ഥത്തിൽ കാണുന്നത് എൻ്റെ അദാബാണ്. എൻ്റെ മലക്ക് അവിടെയുണ്ട്, ഞാൻ അവിടെ ശിക്ഷ എൻ്റെ മലക്കളെ അയച്ചിട്ടുണ്ട്. അവൻ തോന്നിവാസയായതുകൊണ്ട് അവൻ്റെ ആത്മാവിനെ പിടിക്കാൻ നാം റഹ്മത്തിൻ്റെ മലക്കുകൾ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്നവരായി നമ്മുടെ ആത്മാവിനെ പിടിക്കുന്ന ഇനത്തിൽ നമ്മെ അള്ളാഹു പെടുത്തട്ടെ. മഹാപകടം. മലക്കുകൾ, മരണത്തിന് ആത്മാവിനെ പിടിക്കുന്ന മലക്കുകൾ പല ഇനങ്ങളാണ്. അദാബിൻ്റെ മലക്കുകളുണ്ട്, റഹ്മത്തിൻ്റെ മലക്കുകളുണ്ട്. അദാബിൻ്റെ മലക്കുകൾ ആത്മാവിനെ പിടിക്കൽ ആ മരിക്കുന്ന മനുഷ്യൻ നന്നായ മരണം മരിക്കാത്തവനാണെങ്കിലാണ്. നന്നായ മരണം മരിക്കാൻ വേണ്ടത് ഞാൻ ഇതുവരെ പറഞ്ഞ ശൈലിയിൽ അള്ളാഹുമായുള്ള ബന്ധം, ഈ സ്വർഗത്തോപ്പിലൂടെ ലോകത്തിന് പഠിപ്പിക്കപ്പെട്ട ട്രെയിനിങ് ഉൾക്കൊണ്ട് ജീവിച്ചാൽ മതി. മദീനത്തെ സ്വർഗത്തോപ്പ് നിങ്ങൾ കണ്ടില്ലേ? ആ സ്വർഗത്തോപ്പ് ലോകത്തോട് പഠിപ്പിക്കുന്ന കഥകൾ നീണ്ടതാണ്. അത് സൂറത്തുൽ ബഖറയിലൂടെ, ആല ഇമ്രാനിലൂടെ, സൂറത്തുൽ നിസായിലൂടെ മദീനയിൽ ഇറങ്ങിയതായ നീണ്ട വിധി വിലക്കുകൾ ആ പട്ടികയിലൂടെ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് ജീവിക്കാൻ ഒരുങ്ങുക. അതിന് ഇവിടുന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനു വേണ്ടി അള്ളാഹുവിനോട് സഹായത്തിന് ചോദിക്കുക, തൗഫീഖിന് ചോദിക്കുക. അള്ളാഹ് ഏറ്റെടുത്ത കാര്യമാണ്. അള്ളാഹുലേക്ക് വരാൻ തീരുമാനിച്ചവരെ അല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലന, അവർക്ക് നാം നമ്മുടെ റൂട്ട് ക്ലിയറായി കൊടുക്കും. അല്ലദീന ഹതദൗ സാദഹും ഹുദൻ വആതാഹും തഖ്വാഹും, സന്മാർഗത്തിലേക്ക് വരുന്നവർക്ക് ഞാൻ സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്താ സന്മാർഗത്തിലേക്ക് വരൽ? അള്ളാഹിലേക്ക് മടങ്ങുക, നാം ഒരുങ്ങി മടങ്ങുക, നാം തയ്യാറായി മടങ്ങുക, നാം അത് റബ്ബിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചു കൊടുക്കുക. ഇത് ആത്മാർത്ഥമായി ഞാനിപ്പോൾ മടങ്ങിക്കഴിഞ്ഞു, ഇനി ബേക്കൗട്ട് അടിക്കലില്ല. അതുകൊണ്ട് പോകേണ്ട വഴി തെറ്റിപ്പോയവരത് കാട്ടും. അതുകൊണ്ട് തന്നെ പോകേണ്ട വഴി തെറ്റിപ്പോയാൽ നല്ല വഴിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, എന്താ പറയുന്നത്? ഇർജിഇ ഇലാ റബ്ബിക്കി. കാരണം അവിടുന്ന് വന്നതാണ്, ആ റബ്ബിലേക്ക് മടങ്ങാൻ വേണ്ടി പറയും. ഇർജിഇ ഇലാ റബ്ബിക്കി റാദിയത്തൻ മർദിയ, പ്രീതി അടയപ്പെട്ട രൂപത്തിൽ അങ്ങനെയുള്ള ശബ്ദം കേൾക്കുന്ന ആളായി മാറണം മരിക്കുമ്പോൾ. അതിനെന്ത് വേണം? മദീനയുമായി ബന്ധപ്പെട്ട് മരണം വരെ ജീവിക്കണം. മദീനയിൽ വരാൻ ചാൻസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മദീനയുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. അതെങ്ങനെയാണ്? മദീനയിൽ അന്ത്യവിഷം മൂളുന്ന നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ചര്യ പഠിക്കണം, അതനുസരിച്ച് ജീവിക്കണം. അപ്രകാരം മദീനയിൽ ആ അന്ത്യവിഷം മൂളുന്ന റസൂല് നമുക്ക് പഠിപ്പിച്ച ഖുർആൻ പഠിക്കണം, അത് പ്രചരിപ്പിക്കണം, അത് നടപ്പാക്കണം. ആ മദീനയിൽ റസൂലുള്ള പ്രചരിപ്പിച്ച സുന്നത്ത് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ
അതേ കുടിലുകളിൽ പണ്ട് പഠിപ്പിച്ചതുപോലെ നാമും നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം, നാം പഠിക്കണം, അത് അമൽ ചെയ്യണം. അത് ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും എല്ലാം ബുദ്ധിക്ക് യോജിക്കണമെന്നാണ് ഇപ്പോൾ തീരുമാനം. അങ്ങനെയുള്ളവരും കേരളത്തിലുണ്ട് പോലോ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ വരെ ഞാൻ പറഞ്ഞു. അങ്ങനെ എത്രയുണ്ട്? 10 മിനിറ്റ് ഉണ്ട്. സഹോദരന്മാരെ, പ്രയാസം തന്നെ. ഈ ബുദ്ധിക്ക് യോജിച്ചാൽ സ്വീകരിക്കാം, അല്ലാത്ത തള്ളാമെന്ന് പറയുന്നത് ഇസ്ലാമിൽ വിലയില്ലാത്ത തത്വമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, ഇനി ബുദ്ധിക്ക് യോജിച്ചാലേ കണ്ണേർ സ്വീകരിക്കുമെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കണ്ണേർ ഖുർആൻ പറയുന്നതാണ്. കണ്ണേർ എന്നൊരു സാധനമുണ്ട്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ നാട്ടിൽ അതൊക്കെ നിഷേധിക്കപ്പെടുന്നു. കണ്ണേറില്ല, മരണമില്ല, ജിന്നില്ല, ബുദ്ധിക്ക് യോജിക്കാത്ത ഒന്നുമില്ല. അതൊക്കെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഉള്ള ബുദ്ധി ഉപയോഗിക്കാത്തത് കൊണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഖുർആനിൽ സൂചന നൽകിയതായ കണ്ണേർ, സൂറത്ത് യൂസുഫിൽ ആ കണ്ണേർ എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്? അസൂയയിലൂടെ പുറപ്പെടുന്നതായ ഒരു വിഷമാണ് ആ സംസാരിക്കുന്ന വ്യക്തിയിലൂടെ, കണ്ണിലൂടെ എന്ന് നാം പഠിച്ചു. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പോലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നാം ഒരു പെണ്ണിനെ, ഒരാണ് ഇങ്ങനെ നോക്കുമ്പോൾ ആ ആണിന് വികാരം ഇറങ്ങുന്നില്ലേ? വികാരം ഇളകുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. ഒരു പെണ്ണ് അന്യ പുരുഷനെ വടക്ക് നോട്ടം നോക്കിയാൽ പെണ്ണിനും വികാരം ഇറങ്ങൂലേ? ഇറങ്ങും അല്ലേ? ഈ രണ്ട് വികാരം ഇറങ്ങാനുള്ള മാധ്യമം എന്താണ്? കണ്ണല്ലേ? കണ്ണല്ലേ? അവിടെ വേറെ വയറുണ്ട? വേറെ വയറില്ലല്ലോ തമ്മിൽ. ഒരു കണ്ണിലൂടെ, നോട്ടത്തിലൂടെയാണ്. അള്ളാന്റെ കൽപ്പന വരികയാണ്. എന്ത്? ആ കണ്ണിലൂടെ അന്യപുരുഷൻ അന്യ സ്ത്രീയെ നോക്കുകയാണെങ്കിൽ ഇറങ്ങി വരുന്നതായ ആ ഇളക്കം, ആ വികാരം, അത് അപകടമാണ്. അതുകൊണ്ട് ഖുല്ലിൽ മുഅ്മിനീന, സത്യവിശ്വാസികളോട് നിങ്ങൾ പറയുക, യഗ്ളൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണവരടക്കട്ടെ. മുസ്ലിം സഹോദരികളോട് പറയുക, അവരുടെ കണ്ണും അവർ പൂട്ടട്ടെ. അപ്പോൾ കണ്ണിലൂടെ വികാരനോട്ടം നോക്കുമ്പോൾ തെറ്റുണ്ടാകുന്നു, അത് ശിക്ഷയ്ക്ക് വിധേയമായി മാറുന്നു, അത് അപകടത്തിലേക്ക് എത്തുന്നു എന്നത് ഖുർആൻ പഠിപ്പിക്കുന്നു. അത് അനുഭവമാണ്. അതുപോലെ തന്നെയാണ് കണ്ണേറിന്റെ സ്ഥിതിയും. കണ്ണ് നോക്കാൻ പാടില്ലാതെ ഒരാളിൽ നല്ല ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞു, ഫോറൈനിൽ വന്ന് കാശുണ്ടാക്കി നല്ല പാലസ് കെട്ടി, അത് കാണുമ്പോൾ അള്ളാഹു പറയുന്നു, ലൗലാ ഇത് ദഖൽത ജന്നതക ഖുൽത മാഷാ അല്ലാഹ്, നീ തന്നെ നിന്റെ ബിൽഡിങ്ങിലേക്ക് കടക്കുമ്പോൾ എന്താടോ മാഷാ അല്ലാ പറയുന്നില്ല, നിന്റെ തോട്ടത്തിലേക്ക് കടക്കുമ്പോൾ മാഷാ അല്ലാ പറയുന്നില്ല. എന്തുകൊണ്ട്? നിനക്ക് നീ അങ്ങനെ പറയുമ്പോൾ അള്ളാഹിന്റെ അനുഗ്രഹം അതിൽ വർഷിക്കുന്നു. അപ്പോൾ ഒരു നല്ല സാധനത്തെ, ഒരാളുടെ നല്ല ഉയർച്ചയെ കാണുമ്പോൾ അതിനെ തബ്രീക്ക് ചെയ്തുകൊണ്ട്, ബർക്കത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, നല്ലൊരു വീട്, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, നല്ലൊരു കുട്ടി, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, നല്ലൊരു കാറ് എന്ന് പറയുമ്പോൾ ആ കണ്ണിൽ നിന്നിട്ട് വരുന്ന വിഷം പോയി. ഇല്ലെങ്കിൽ അതിൽ നിന്നിട്ട് വിഷം ഇറങ്ങി വരുന്നുണ്ട്. അത് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നതല്ല. അതിലൂടെ മറ്റാൾക്ക് അപകടത്തിൽപ്പെടും. ആ അപകടത്തിൽ പെടാതിരിക്കാൻ അവൻ എന്നും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം, മഅവദത്തിനെ ഓതിക്കൊണ്ടിരിക്കണം, നമസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതണം, നമസ്കാര ശേഷം. അങ്ങനെയാണെങ്കിൽ അവൻ രക്ഷപ്പെടാം. ഇവൻ ശല്യം അവനിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടി ഇവൻ അള്ളാഹ് പറഞ്ഞതായ ആ ഖുർആനിൽ പറഞ്ഞ പദമോ അല്ലെങ്കിൽ റസൂൽ പഠിപ്പിച്ചതായ തബ്രീക്കിന്റെ പദമോ പറയണം. ഇതെന്താ ബുദ്ധിക്ക് യോജിക്കായിക? ഇതിന് വല്ല പ്രയാസമുണ്ടോ ബുദ്ധിയിലേക്ക് കയറ്റാൻ? മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ ഇവിടെയൊന്നും എന്തില്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ, കൽപ്പനകൾ, വിധികൾ, വിലക്കുകൾ നാം കേട്ടുകഴിഞ്ഞാൽ അവിടെ ബുദ്ധിക്ക് വിലയില്ല. എന്തുകൊണ്ട്? തഅബ്ബുദിയാണത്. ബുദ്ധിയെ ശിക്ഷിച്ച റബ്ബിൻ്റെ കൽപ്പനയ്ക്ക് ബുദ്ധിയെ കീഴ്പ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ്. ഹജറുൽ അസ്വദ് ചുംബിക്കണം, എന്തിന്? ചോദ്യമില്ല. തല തടകണം, എന്തിന്? ചോദ്യമില്ല. കാത് തടകണം, എന്തിന്? ചോദ്യമില്ല. ഹുഫയുടെ മേൽ തടകണം, എന്തിന്? ചോദ്യമില്ല. അതിന് പകരം ചെയ്യുന്നതായ തേമം തടകൽ, എന്തിന്? ചോദ്യമില്ല. ചോദിക്കാൻ ഇതൊക്കെ ഈ പറയുന്ന വിഭാഗം അംഗീകരിക്കുന്നു. എന്നിട്ട് കണ്ണേർ അംഗീകരിക്കില്ല. എടോ, അവിടെയൊക്കെ ബുദ്ധിക്ക് വിലയുണ്ടോ? അതൊക്കെ നീ അംഗീകരിച്ചില്ലേ? അത് നീ അമൽ ചെയ്തില്ലേ? എന്താ ഇതും അതുപോലെ നീ അംഗീകരിക്കാത്തത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുകൊണ്ട് താടിയെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ പരിഹസിക്കുന്ന, തുണി വസ്ത്രങ്ങൾ പൊക്കി ഉടുക്കുന്നതിനെ പരിഹസിക്കുന്ന, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പല വിധിവിലക്കുകളെ പരിഹസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായി വരികയാണ് അറിവില്ലാത്തവരിൽ. അതൊക്കെ എന്തുകൊണ്ട് വരുന്നു? ബുദ്ധിപൂജ വികസിക്കുന്നതുകൊണ്ട് വരുന്നു. അതുകൊണ്ട് അതിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം, എന്ന് കവി പറഞ്ഞതുപോലെ എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ഈ പോലെയുള്ള രോഗത്തിനുള്ള മരുന്ന് പഠിക്കലാണ്. പഠിക്കണം, മതം പഠിക്കണം, ശരിക്ക് ഖുർആനും സുന്നത്തും പഠിക്കണം. അതുകൊണ്ട് ഖുർആനും സുന്നത്തും ശരിക്ക് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുള്ളവർ പഠിക്കട്ടെ, ആഴത്തിലിറങ്ങി പഠിക്കുന്നവരെ വികസിപ്പിക്കട്ടെ. എന്നിട്ട് അങ്ങനെയുള്ള വിജ്ഞാനങ്ങൾ വികസിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങും. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഏത് കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത്
ഒരിക്കലും കാരണമായി തീരരുത് ഭിന്നിക്കാൻ. ഐക്യത്തിൽ മുസ്ലിങ്ങൾ ഇവിടെ പണ്ട് ജീവിച്ചതുപോലെ പ്രശ്നമുണ്ടായപ്പോൾ പരസ്പരം ഏറ്റുമുട്ടലേ ഉണ്ടായി ആയിഷയുടെയും അലിൻ്റെയും ഇടയിലൊക്കെ. എന്നിട്ട് പോലും ആയിഷ ഗ്രൂപ്പ് അലി ഗ്രൂപ്പ് നാം കേട്ടിട്ടില്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല അവരുടെ ഇടയിൽ. പിന്നെ എന്താണത്? അത് ഗവേഷണം. അങ്ങനെ ഗവേഷണത്തിൽ അവരെത്തി, ഇവരുടെ ഗവേഷണത്തിൽ ഇവരെത്തി എന്ന് മനസ്സിലാക്കിയതേ ഉള്ളൂ. അതുപോലെ 4 മദ്ഹബിൻ്റെ ഇമാമികളും പരസ്പരം അങ്ങും ഇങ്ങും ഇമാമും ജമാഅത്തായിട്ട് ഒരാൾ മറ്റാളെ ബാക്കിൽ നിസ്കരിച്ചു. അബു ഹനീഫ മദീനത്ത് വന്നിട്ട് മാലിക് ഇമാമിൻ്റെ ബാക്കിൽ, ഷാഫി ഇമാം അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബൽ ഷാഫിയുടെ ബാക്കിലും എല്ലാവരും അവർ തമ്മിലാണെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ എന്തുണ്ടായിരുന്നു? പുസ്തകങ്ങൾ വരെ അങ്ങും ഇങ്ങും എഴുതാറുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഇടയിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല, ഭിന്നിപ്പും ഉണ്ടായിരുന്നില്ല. അവരുടെ ഹൃദയം ഏകോദര സഹോദരന്മാരായിട്ടായിരുന്നു. അതുപോലെയുള്ള ജീവിതം ജീവിക്കാൻ നിങ്ങളുടെ യാത്രയെ, പ്രത്യേകിച്ച് സന്ദർശകർക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇതുവരെ പറഞ്ഞതിന് സൽക്കർമ്മമായി അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ.